ഇത് വെച്ചോ. 4000 രൂപയോ? ഇതുകൊണ്ട് എന്റെ മകളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനേ പറ്റൂ. വീട്ടു ചെലവിന് വേണ്ടി ഒരു 4000 കൂടെ കിട്ടുവാണെങ്കിൽ. താങ്ക്സ് ബോസേ. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരുള്ളതുകൊണ്ടാ ഈ ലോകത്ത് ഒരാളെങ്കിലും സന്തോഷിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് പോകാം ബോസ്. സ്ഥലം വിട്. എന്നെ സഹായിക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല ബോസേ. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ നിങ്ങളെ വന്ന് കാണും. ബൈ. $400 ചെലവാക്കി വന്നപ്പോ 8000 രൂപ കിട്ടി. എല്ലാം അമ്മേടാൻ. എവിടെ നോക്കിയാലും അവനിയാ. എന്റെ തലയ്ക്കകത്ത് ഇപ്പൊ അവള് മാത്രം ആയതുകൊണ്ട് ഞാൻ എങ്ങോട്ട് നോക്കിയാലും അവളെ തന്നെ കാണുക. വാട നരസിംഹം, പോവാം. ഇനി അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. താൻ പേടിക്കണ്ട. നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമ്മ എന്തേലും കണ്ടാ വിചാരിക്കും. അല്ലെങ്കിൽ ആ ഏട്ടത്തിക്ക് നമ്മളെ സംശയമാ. നമുക്ക് പോവാൻ വാ. ചേട്ടനിപ്പോ നമ്മളെക്കാളും കൂടുതൽ സമയം ആ അവനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നേരത്തെ വയലും തോട്ടവും ഒക്കെ കാണിച്ചു കൊടുത്തു. ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോയത് ശ്രീകർ? അളിയനെന്താ സംഭവം എന്ന് പറഞ്ഞേ? അതെ, 10 മണിക്കാ മുഹൂർത്തം. ഈ സമയം കൊണ്ട് നിങ്ങൾ പ്രസാദം തയ്യാറാക്കിയ സമയം കഴിയുന്നതിന് മുന്നേ അമ്മയ്ക്കത് സമർപ്പിക്കാം. മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാ അതിന്റെ പ്രശ്നം കർഷകർ അനുഭവിക്കേണ്ടി വരും. കൃഷിയിലെ നഷ്ടങ്ങളും കർഷകർക്ക് കഷ്ടപ്പാടുകളും ഉണ്ടാവും. എങ്ങനെ പോയാലും ഇനി 1 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് അപ്പോഴേക്കും വേദവതി പ്രസാദം തയ്യാറാക്കിക്കൊള്ളും. പ്രസാദം ഉണ്ടാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരി പൂജാരി, ഞാൻ തുടങ്ങാൻ നോക്കാം. വരൂ, നീ നമുക്കൂടി അമ്മയെ സഹായിച്ചൂടെ? അങ്ങനെ ആരും പോകാൻ പാടില്ല മോളെ. ആ പ്രസാദം ഒരു രഹസ്യമാണ്. മറ്റൊരാൾക്കും കഴിയാത്ത, മറ്റാരോടും പറയാത്തൊരു രഹസ്യം. നീ വീട്ടിൽ പാചകം ചെയ്യുന്ന പോലെ അല്ല. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി പ്രസാദം കൊടുക്കുമ്പോഴേ ഗ്രാമത്തിൽ നല്ലത് നടക്കും. സഹായിക്കാനെന്നല്ല, അടുത്തൊന്ന് പോയി നിൽക്കാൻ പോലും ആർക്കും അനുവാദമേ ഇല്ല. അതുകൂടാതെ വേദവതിയമ്മ കൈകൊണ്ടുണ്ടാക്കുന്ന പ്രസാദത്തിന്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ തയ്യാർ ചെയ്യാൻ പാചകം ജീവിതമാക്കിയവർക്ക് പോലും സാധിക്കില്ല.
പറയാത്ത രഹസ്യം ഈ ചൂർണമാണ്. ഇതില്ലാതെ പ്രസാദം തയ്യാറാക്കാനാവില്ല. എന്റെ അതേ ജാതകമുള്ള മരുമോൾ വന്നു കഴിഞ്ഞാൽ ഈ രഹസ്യക്കൂട്ടിനെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുവരെ ഈ സത്യം എന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഇതെല്ലാം നിന്റെ തീരുമാനം, നിന്റെ മാത്രം ദയ. എല്ലാം നിന്റെ ദയയാണ്. എല്ലാ വർഷവും എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ പ്രസാദം ഞാൻ തയ്യാറാക്കാറുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ എല്ലാം നന്നായി നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ ആശീർവാദത്തിന് വേണ്ടി കൊണ്ടുവന്നതാണിത്. അവൾക്ക് പണി കൊടുക്കണോന്നും പറഞ്ഞ് മാലയും പേരും കൊണ്ടുപോയി കളഞ്ഞിട്ട് എന്താടി നീ മിണ്ടാതെ നിൽക്കുന്നേ? എന്തൊക്കെയോ ചെയ്ത് കാണിക്കാന്ന് നേരത്തെ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ. ഇവിടെ വെച്ച് തന്നെ നാണം കെടുത്തു. ഇനി എന്ത് ചെയ്യാനാ? കുറച്ചു നേരത്തിനുള്ളില് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടു. അതാ വേദവതി എത്തിയല്ലോ. നിന്നെ ബലി കൊടുക്കാനായിട്ട് എനിക്ക് ഈ പ്രസാദഘട്ടം ഒരുപാട് ഉപകാരപ്പെടും. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമുക്കിത് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. അവരൊക്കെ കുടുംബക്കാരായതുകൊണ്ട് അവർക്ക് തൊട്ടു വന്നിച്ചു. നാട്ടുകാരൊക്കെ പോകുന്നത് കൊണ്ട് ഞാനും ഇത് ചെയ്യും. അയ്യോ അയ്യോ അയ്യോ, അപശകുനം അപശകുനം. പരമപവിത്രമായ അമ്മയുണ്ടാക്കിയ ഈ പ്രസാദം മുഴുവൻ ഈ ആവണി തള്ളി താഴെയിട്ടല്ലോ. അയ്യോ, എന്ത് തെറ്റാ മോളെ ഈ കാണിച്ചേ? ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാ.
കാലെവിടെ തട്ടിയപ്പോ നിലത്തെറ്റി മുന്നോട്ട് വീണത്. രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ലാവണ്യ കാല് വെച്ച് വീഴ്ത്തിയതാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നിനക്കൊന്നും നോക്കിയും കണ്ട് ചെയ്യാൻ അറിയില്ലേ? അമ്മേ, അതല്ല അമ്മേ, അവള് വേണമെന്ന് വെച്ച് ചെയ്തല്ലോ. നീ വായടക്കടാ. ഇത്ര വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇത് നമ്മുടെ കുടുംബത്തിന് പേര് ദോഷമല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ പ്രശസ്തിക്ക് ഭംഗം പറ്റിയില്ലേ? എവിടെയോ എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ട്. എവിടെയോ അപശകുനം വരുന്നുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെയായത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഇങ്ങനെ തെറ്റ് സംഭവിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഈ സംഭവിച്ചതിനെല്ലാം അമ്മ നമുക്ക് തരുന്ന ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. മൂക്കുത്തിയുടെ കാര്യത്തിൽ പ്രശംസിച്ചില്ലേ അമ്മേ? അതുകൊണ്ടാ എന്ത് ചെയ്താലും അത് സഹിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്തവരെ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് കൊണ്ടുവരരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ല എന്തായെന്ന്. ഇതുപോലുള്ള അപശകുനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നീ ഞങ്ങളുടെ കൂടെ ഇന്ന് ഇവിടേക്ക് വന്നത്? നീ എന്റെ പ്രസാദം തള്ളിയിടാൻ വേണ്ടിയാണോ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്നത്? ഇനി ഒരു നിമിഷം പോലും നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പോ, പുറത്തു പോവാൻ. വേദ, വേദ, അമ്മേ, വേദ, അമ്മേ, വേദ, എന്താ പറ്റിയേ? അമ്മേ, എന്താ പറ്റി? എണീക്ക് അമ്മേ. ആരും വരരുത്, അവിടെ തന്നെ നിൽക്ക്. കണ്ണോർക്കമ്മേ. അമ്മേ, എന്താ പറ്റിയത്? കണ്ണോർക്ക്. അമ്മേ, 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 എന്ത് പറ്റി? ചേട്ടാ, അങ്ങോട്ട് കിടത്ത്. വാ. സൂക്ഷിക്കമ്മേ. വേദ, നിനക്കൊന്നുമില്ല. ഞാൻ ടാബ്ലറ്റ് കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ വേണം. ശരി അച്ഛാ. മാറിക്കേ. ശ്രീകർ, ഈ ബോട്ടിൽ പിടിച്ചേ. ഏട്ടാ, ഏട്ടാ, പ്രസാദം, പ്രസാദം ഏട്ടാ, പ്രസാദം, പ്രസാദം, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് വേദ. പ്രസാദം, പ്രസാദം, പ്രസാദം. നൈസായിട്ട് നിന്നിട്ട് പണിതല്ലേ സിസ്റ്റർ? നിലത്ത് വീണ പ്രസാദം അമ്മയുടെ പ്രസാദമായി കൊടുക്കാൻ പറ്റില്ല മോളെ. ഇതൊക്കെ നീ കാരണം ഉണ്ടായേ. ചടങ്ങ് മുഴുവൻ നശിപ്പിച്ചില്ലേ നീ? ഈ നാട്ടുകാരായതുകൊണ്ടും അമ്മയുടെ ഒരു ബഹുമാനം ഉള്ളതുകൊണ്ടും നിന്നെ ഒന്നും പറയുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ നീ അപ്പോഴേ വിവരം അറിഞ്ഞനെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ തിരുമേനോടും സംസാരിച്ചിട്ട് വരാം. ആദ്യം ആവണിയെ പറഞ്ഞയക്കാ. ശരിയാ, നീ ഒന്ന് വന്നേ. നിന്നെ പോലെ ഒരുത്തി വേദവതിയുടെ വീട്ടിലെ മരുമകളായി വന്ന നന്നാവുമെന്ന് കരുതിയതാ. അത് തെറ്റായിപ്പോയി. നിന്നെ പോലെ ഒരുത്തി മരുമകളായാൽ ആ വീട് മുടിഞ്ഞു പോവും. വേദവതി കുറച്ച് സമയത്തേക്ക് ഒന്ന് വിശ്രമിച്ചോട്ടെ, അല്ലെങ്കിൽ അവക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാവും. അരമണിക്കൂറിൽ പ്രസാദം ദേവിക്ക് സമർപ്പിച്ചില്ലെങ്കിൽ കൃഷി നടക്കില്ല.
മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേദവതിക്ക് ബോധം തെളിഞ്ഞാലും പ്രസാദം ഉണ്ടാക്കാൻ ഇനി സമയം തികയില്ല. ഈ വർഷം അമ്മയുടെ സമക്ഷം വേദവതിക്ക് നിവേദ്യം സമർപ്പിക്കാൻ കഴിയില്ല. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും മൂന്നേ? ഒരു കാലത്ത് പട്ടിണി രുദ്രതാണ്ഡവം ആടി നാടായത്. ഇനി അങ്ങനെ ഒരു അവസ്ഥ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല അങ്ങൂന്നേ. അന്ന് പട്ടിണി സഹിക്കാൻ വയ്യാതെയാ മുൻഗാമികളൊക്കെ ഈ നാട് വിട്ടത്. നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ടാ ഞങ്ങൾ എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ഇനി വീണ്ടും നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരുമെന്ന് തോന്നുന്നു. ഈ പെണ്ണിവിടെ കാലുകുത്തിയതുകൊണ്ട് തന്നെയാ ഇങ്ങനെ സംഭവിച്ചേ. അവന് വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. എങ്ങനെ ചെയ്തതാണെങ്കിലും അത് സംഭവിച്ചു പോയില്ലേ മോനെ? ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ ആരാ രക്ഷിക്കുന്നേ? ഉത്സവം മുടങ്ങിപ്പോയാ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആദ്യം ഈ പെൺകുട്ടിയെ ഇവിടെ നിന്നും പറഞ്ഞയക്കേ. പ്രസാദം ഞാൻ തയ്യാറാക്കാം. അമ്മയ്ക്കുള്ള പ്രസാദം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. ഏയ്, നീ എന്താ മണ്ടത്തരം പറയുന്നേ? അതെന്താ, അച്ചാറോ പപ്പടമോ വല്ലോ ആണോ? അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ചെയ്തതൊക്കെ മതി. ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. ഗ്രാമീണരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് സർ. ഒന്നും പറയില്ലെന്ന് കരുതി നീ ഓവർ ആവുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ആൾക്കാർ ശ്രമിച്ചിട്ട് അവരെ കൊണ്ടൊന്നും നടന്നിട്ടില്ല. പിന്നെ നീ എന്തുണ്ടാക്കാനാ? പ്രസാദം തയ്യാറാക്കാന്ന് ശക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ ഈ ആഗ്രഹങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ എനിക്കത് തയ്യാറാക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ കാരണം സംഭവിച്ചു പോയ തെറ്റിന് നിങ്ങൾ എന്ത് തന്നെ ശിക്ഷ തന്നാലും ഞാനത് അനുഭവിച്ചോളാം. അമ്മേ, അന്നപൂർണമാതേ, എന്റെ അറിവോട് കൂടിയൊന്നും അല്ലാതെ സംഭവിച്ച തെറ്റ് കാരണം നാടിന് ഭക്ഷണം കൊടുക്കേണ്ട കർഷകർ പട്ടിണി മുന്നിൽ കാണേണ്ടി വരുന്ന അവസ്ഥയാ മുന്നിലുള്ളത്. ഉറുമ്പിനെ പോലും ഒന്ന് നോവിക്കാത്ത ഞാനും വലിയ ഒരു അന്വർത്ഥത്തിന് കാരണമാകാൻ പോകുന്നു. അങ്ങനെ എങ്ങനെ സംഭവിച്ച ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ പ്രസാദം അമ്മ ഉണ്ടാക്കുന്നതിനോളം രുചി ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രസാദമായി അത് സമർപ്പിക്കാനുള്ള അർഹത അത് നീ തന്നെ കൊടുക്കണേ അമ്മേ. ഇവിടെയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സാഹസത്തിന് വേണ്ടി നിന്റെ അനുഗ്രഹം എനിക്ക് വേണം. ഈ പെണ്ണിത് എന്ത് ധൈര്യത്തിലാ പറയുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. താൻ എത്ര വലിയ സാഹസം എടുക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ കഷ്ടത സമയങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ കാറ്റിൽ ദീപം തെളിയിച്ച് തിരിച്ചു പോരുന്നത് പോലെ വിട്ടുകളയാനാവില്ലേട്ടാ.
പെണ്ണിന്റെ ധൈര്യം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേയില്ല. അവനിയുടെ ലക്ഷണം കണ്ടിട്ട് ആ പ്രസാദം തയ്യാറാക്കുമെന്ന് തോന്നുന്നു. അതിനൊന്നും കഴിയില്ല. നമുക്കിതുവരെ സാധിക്കാത്തത് അവക്കെങ്ങനെയാ സാധിക്കുന്നേ? അല്ല ചേച്ചി, എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ കൂടെ വാ. എങ്ങോട്ടാ പോകുന്നേ? അവന് എന്തായാലും പ്രസാദം ഉണ്ടാക്കാവെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനുള്ളത് എന്തായാലും നമുക്കും ചെയ്യാൻ നോക്കാം. വരൂ. ഞാൻ ഗൈഡായി ജോലി ചെയ്തിരുന്നപ്പോ എത്രയോ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചു.